നമസ്കാരം. ചോറും പാലുമൊക്കെ ഊട്ടിയ അന്യസംസ്ഥാന തൊഴിലാളികളിലെ ക്രിമിനലുകൾ കേരളത്തിൽ ഇന്ന് ഭീഷണിയായി മാറിയിരിക്കുന്നു. ജോലിക്കായി എത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. മിക്കവരുടെയും യഥാർത്ഥ പേര് തൊഴിൽ ചെയ്യിപ്പിക്കുന്നവർക്കോ അവർക്ക് പാർപ്പിട സൗകര്യം ഒരുക്കുന്നവർക്കോ പോലും അറിയില്ല. ഇത് മുതലെടുത്ത് തൊഴിലാളികളെന്ന വ്യാജേന കൊടും കുറ്റവാളികളും ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരർ പോലും വ്യാജ തിരിച്ചറിയൽ കാർഡുമായി കേരളം വിളനിലമാക്കുകയാണ്. തൃശൂർ വെളപ്പായയിൽ കഴിഞ്ഞ ദിവസം TTE ട്രെയിനിൽ നിന്നു തള്ളിയിട്ട് കൊന്നതും എറണാകുളത്ത് വളർത്തുനായ കുരച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ ഹൈക്കോടതിയിലെ ഡ്രൈവറെ മർദ്ദിച്ചു കൊന്നതുമൊക്കെ അന്യസംസ്ഥാന ക്രിമിനലുകളുടെ സാന്നിധ്യം കേരളത്തിൽ എത്രമാത്രം വർദ്ധിച്ചെന്നത് ചൂണ്ടിക്കാട്ടുകയാണ്. 10,546 അന്യസംസ്ഥാന തൊഴിലാളികൾ 2016 മുതൽ കേരളത്തിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതായി സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെ പറഞ്ഞതാണിത്. കേരളത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണം 23.5 ലക്ഷം ഉണ്ടെന്നാണ് 2013 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ പഠനത്തിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് 35 ലക്ഷത്തോളം വരുമെന്നാണ് നിഗമനം. ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും മറ്റും നൽകുന്ന ആവാസ് പദ്ധതിയിൽ 5,16,320 പേർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ കൈവശമുള്ള ഏക കണക്ക്. ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നും അന്യസംസ്ഥാനക്കാരെന്ന വ്യാജേന എത്തുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. 2016 ശേഷം സംസ്ഥാനത്ത് നടന്ന 127 കൊലക്കേസുകളിൽ 168 അന്യസംസ്ഥാനക്കാരാണ് പ്രതികൾ. മറ്റു ക്രിമിനൽ കൃത്യങ്ങളിലായി 10,546 അന്യസംസ്ഥാനക്കാർ പ്രതികളാണെന്നതും ഞെട്ടിക്കുന്ന വസ്തുതയാണ്. 2016 ഏപ്രിലിൽ പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനി ജിഷയെ കൊലപ്പെടുത്തിയ അസം സ്വദേശി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ കിട്ടിയ സംഭവം ഇതിൽ ഉൾപ്പെടും. സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധിക്യം ട്രെയിനുകളിലെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ടിക്കറ്റ് എടുക്കാതെ AC കോച്ചുകളിൽ വരെ കയറി ഇവർ യാത്ര ചെയ്യുകയാണ്. നവംബറിൽ മാത്രം അന്യസംസ്ഥാനക്കാരായ 99,418 പേരെയും ഡിസംബറിൽ 34,194 പേരെയുമാണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടികൂടിയിട്ടുള്ളത്. കൊലപാതകങ്ങളിലും സംഘട്ടനങ്ങളിലും പ്രതികളാവുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം കൂടി വരികയാണ്. മയക്കുമരുന്ന് വിൽപ്പനയടക്കമുള്ള സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഇവരുടെ കൂട്ടത്തിലുണ്ട്. കൊടും ക്രിമിനലായ ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലം ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിനു ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ക്രിമിനലുകളെ കണ്ടെത്തുന്നതിന് പല നടപടികളും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. പുറത്തു നിന്നുള്ള ക്രിമിനലുകൾക്ക് അഭയമൊരുക്കുന്ന കേന്ദ്രമായി കേരളം മാറുന്നതിനെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. തൃശൂരിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് TTE തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി രജനീകാന്തയുടെ ക്രിമിനൽ പശ്ചാത്തലം താൻ അറിഞ്ഞിരുന്നില്ലെന്നാണ് അയാളെ ജോലിക്ക് നിർത്തിയിരുന്ന ബാർ ഉടമ പറഞ്ഞിരിക്കുന്നത്. 2 മാസം മുമ്പ് കുന്നംകുളത്തെ ബാറിൽ ജോലിക്കെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ രജനീകാന്തിയെ മദ്യപിച്ച് ജോലിക്ക് വന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ബാർ ഉടമ പറഞ്ഞുവിടുന്നത്. ഒഡീഷയിലേക്ക് പോകാൻ ട്രെയിനിൽ കയറിയ രജനീകാന്ത മദ്യലഹരിയിലായിരുന്നുവെന്നും ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് TTE വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്നുമാണ് പോലീസ് പറയുന്നത്. വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ശേഷം ഒരു കൂസലുമില്ലാതെ സീറ്റിൽ പോയി കിടക്കുകയായിരുന്നു അയാൾ. വളർത്തുനായ കുരച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിനു പിന്നാലെ കൊച്ചിയിൽ 4 ഇതര സംസ്ഥാനക്കാർ അതിക്രൂരമായി മർദ്ദിച്ച ഹൈക്കോടതി ജീവനക്കാരൻ കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെടുന്നത്.
ഹൈക്കോടതി ജീവനക്കാരൻ വിനോദിന്റെ നായ വീട്ടിൽ നിന്ന് കുരച്ചത് റോഡിലൂടെ നടന്നുപോയ പ്രതികൾക്ക് ഇഷ്ടമായില്ലെന്നതാണ് ആക്രമണത്തിനും കൊലയ്ക്കും പിന്നിലുള്ള മുഖ്യ കാരണം. പ്രതികളിൽ ഒരാൾ ചെരുപ്പ് കൊണ്ട് നായയെ എറിഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് വിനോദിനെ പ്രതികൾ മർദ്ദിക്കുന്നത്. ഹോട്ടലിൽ ഭക്ഷണം ലഭിക്കാൻ വൈകിയതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ കൊച്ചിയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊല്ലപ്പെട്ട കേസിൽ ഹോട്ടൽ ഉടമയ്ക്കൊപ്പം ഏതാനും ദിവസം മുമ്പ് അറസ്റ്റിലായതും 4 ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു. ഇവരിൽ 3 പേർ പശ്ചിമ ബംഗാൾ സ്വദേശികളും ഒരാൾ അസംകാരനുമാണ്. ഭക്ഷണം ലഭിക്കാൻ വൈകിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനിടെ ഹോട്ടൽ ജീവനക്കാരായ ഇവർ ഭക്ഷണം കഴിക്കാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിക്കുകയും തള്ളി വീഴ്ത്തുകയുമായിരുന്നു. അടുത്തിടെ ചാലക്കുടി ആനമലയിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ റിട്ടയർഡ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ശ്വാസം മുട്ടിച്ചും തലയിൽ കല്ലുകൊണ്ടിടിച്ചും കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായതും അസം സ്വദേശിയായ ഒരു യുവാവാണ്. കേശവദാസപുരത്തെ വീട്ടമ്മ മനോരമയെ കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളിയ സംഭവം, പേരൂർക്കട അമ്പലമുക്കിൽ നഴ്സറി ജീവനക്കാരിയെ കുത്തിക്കൊലപ്പെടുത്തി സ്വർണമാല കവർന്ന സംഭവം, അരൂരിൽ ബാറിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ ആസാം സ്വദേശിയെ അന്യസംസ്ഥാനക്കാരൻ കൊന്ന സംഭവം, റബ്ബർ ഫാക്ടറിയിലെ മോഷണം തടഞ്ഞതിന് സെക്യൂരിറ്റി ജോസിനെ ആസാം സ്വദേശി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം, പത്തനംതിട്ടയിൽ കുടിയേറ്റ തൊഴിലാളിയെ സുഹൃത്ത് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം, മലപ്പുറത്ത് മോഷണ ശ്രമത്തിനിടെ സ്ത്രീയെ 2 ആസാം സ്വദേശികൾ കൊലപ്പെടുത്തിയ സംഭവം, എറണാകുളം പുത്തൻവേലിക്കരയിൽ 60 വയസ്സുകാരിയെ ആസാംകാരൻ കൊലപ്പെടുത്തിയ സംഭവം, എറണാകുളത്ത് 14കാരിയെ 4 അന്യസംസ്ഥാനക്കാർ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കുറ്റകൃത്യങ്ങളാണ് സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോയിട്ട് കൂടി ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരൊക്കെ കേരളത്തിൽ ജീവിക്കുന്നു, തൊഴിൽ ചെയ്യുന്നു എന്ന് പോലും പിണറായി സർക്കാരിന് അറിയില്ല. എത്തുന്നവരിൽ ക്രിമിനലുകളുണ്ടോ, തീവ്രവാദ ബന്ധമുള്ളവർ ഉണ്ടോ എന്നൊന്നും സംസ്ഥാന പോലീസിന് അറിയില്ല. നന്ദി.